ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് വേലിച്ചീര വെച്ചിട്ടുള്ള ഒരു തോരനാണ്. നല്ല ഹെൽത്തിയായ ഒരു തോരൻ. സാധാരണ ചീരകളെ അപേക്ഷിച്ച് നല്ല ടേസ്റ്റാണ് ഈ ചീരയ്ക്ക്. ജസ്റ്റ് ഒരു ഉലുവയുടെയൊക്കെ ഒരു ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്തിൻ്റെ ടേസ്റ്റാണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ നമുക്ക് ഈ ചീരയൊക്കെ ഒന്ന് പറിച്ചെടുക്കാം. ഈ ചീര പല പേരിൽ പ്രാദേശികമായി അറിയപ്പെടാറുണ്ട്. വേലിച്ചീര, ചിക്കുർമാനീസ്, ബ്ലോക്ക് ചീര, സുന്ദരിച്ചീര, മൈസൂർ ചീര, മധുരച്ചീര, മലയച്ചീര, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പം ഞാൻ ഈ ചീര മുഴുവനൊന്ന് പറിച്ചെടുക്കുവാണ്. ഈ ചീരയ്ക്ക് ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുണ്ട്. ഇതിൽ വൈറ്റമിൻ സി, കാർബോഹൈഡ്രേറ്റ്, അയേൺ, ഫോസ്ഫറസ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. മറ്റ് ചീരകളെ അപേക്ഷിച്ച് വളരെ ഹെൽത്തി ആയൊരു ചീരയാണിത്. കെയറിങ് തീരെ ആവശ്യമില്ലാത്ത ചീരയാണിത്. നമ്മൾ അതിൻ്റെ ഒരു കമ്പെടുത്ത് മണ്ണിൽ ചുമ്മാ കുത്തിവെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ ഇത് വളർന്നു വരും. ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇച്ചിരി സമയം വെള്ളത്തിലിട്ട് വെച്ച് കഴുകിയെടുത്താൽ മതിയാവും. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പുഴുവോ അങ്ങനെ എന്തെങ്കിലും ചീത്തയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മളിത് കഴുകി അതിലെ വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നമ്മൾ മുഴുവനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് 2-3 കാന്താരി മുളകും പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അരമുറി തേങ്ങ കൂടി ചിരവി ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇച്ചിരി അധികം ചേർക്കുന്നത് നല്ലതായിരിക്കും. ഇലവകങ്ങൾക്കൊക്കെ തേങ്ങ ഇച്ചിരി അധികം ചേർക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് അളവിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ച് നല്ലതുപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിക്കാം. ആ ഉപ്പും തേങ്ങയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇലകളിലൊക്കെ നല്ല പിടിക്കത്തക്ക രീതിയിൽ മുഴുവനായിട്ടൊന്ന് നമുക്ക് കൈ വെച്ച് തന്നെ തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. ഒരു ചട്ടി അടുപ്പിലോട്ട് വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നാൽ അതിലേക്ക് 2 വറ്റൽമുളകും 2-3 വെളുത്തുള്ളി കീറിയതും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നാൽ അതിലേക്ക് നമ്മൾ നേരത്തെ തിരുമ്മി യോജിപ്പിച്ച് വെച്ച ചീര കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒരു സ്പൂൺ വെച്ച് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇത് നമുക്കൊരു 2 മിനിറ്റ് ഇതുപോലെ അടച്ചു വെക്കാം. 2 മിനിറ്റ് അടച്ചു വെക്കേണ്ട ആവശ്യമുള്ളൂ. അധിക സമയം വേണ്ട, കാരണം ഇതിന് അധികം വേവില്ല. പിന്നെ ചട്ടിയുടെ അടിയിലൊന്നും പിടിച്ചു പോവാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് തുറന്ന് വെച്ച് തന്നെ ഇളക്കി കൊടുക്കാം. ഇച്ചിരി അധിക സമയം ഇതുപോലെ തുറന്ന് വെച്ച് ഇളക്കി കൊടുക്കണം. അടിയിലൊന്നും പിടിക്കാതെ ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ വേലിച്ചീര വെച്ചിട്ടുള്ളൊരു തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നമുക്ക് സുലഭമായി കിട്ടുന്ന ഒരു ചീര ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ടേസ്റ്റിയുമാണ്, വളരെ ഹെൽത്തിയുമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കൂടെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റും അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.